ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മലയാളത്തിന്റെ ക്രിയേറ്റ് ചെയ്ത ഒരു പെൻസിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പെൻസിലാണ്. ചെറിയൊരു 3D നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് പെൻസിലിന്റെ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് ന്യൂ. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം, അതായത് ഫ്രണ്ട് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. സ്കെച്ചിൽ നമുക്ക് ആദ്യം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് ആദ്യം സർക്കിൾ അതിൻ്റെ ഡയമീറ്റർ 12 mm, 12 mm അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പെൻസിലിൻ്റെ ഡയമീറ്റർ പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, എക്സിറ്റ് കൊടുത്തിട്ട് 3D ആക്കണമല്ലോ. എക്സ്ട്രൂഡിൽ ഒരു നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ലെങ്ത് ഒക്കെ ഞാനിലുണ്ടാക്കാം. അപ്പോൾ 150 mm ഞാൻ കൊടുക്കാം. ഓക്കെ, ഇത്രയുണ്ട് എൻ്റെ പെൻസിലിട്ട് നീളം. ഓക്കെ കൊടുക്കാം. ഓക്കെ, എഗൈൻ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മൊന വേണമല്ലോ. അതിന് പ്ലെയിന് 170 mm ഞാൻ സെലക്ട് ചെയ്യണം. അതിൻ്റെ നിബ് വന്നിട്ട് 170 mm. ലെഡിൻ്റെ ലെങ്ത്. ഓക്കെ, ആ പ്ലെയിൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. പ്ലെയിൻ നോർമൽ ടു സ്കെച്ച്. അതായത് നമുക്ക് ചെറിയൊരു നിബ് ലെഡിൻ്റെ ഒരു വലുപ്പത്തിൽ ചെറുത് മതിട്ടാ. ഓക്കെ കൊടുക്കാം. എക്സിറ്റ്. ഇത് നമുക്ക് ആവശ്യമില്ല, പ്ലെയിൻ നമുക്ക് ആവശ്യമില്ല, ഹൈഡ് ചെയ്യാം. സ്കെച്ച് കൺവേർട്ട് എൻറ്റിറ്റി, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ലോഫ്റ്റഡ് ബോസ് ബേസ് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ആദ്യം. എന്നിട്ട് ഈ സ്കെച്ച് സർക്കിൾ. ഓക്കെ, ഇപ്പൊ നിബ് പോലെ വന്നിട്ട് നോക്കിയോ ലെഡ്. ഓക്കെ, അയ്യോ ഇത് വേണ്ട, ഇത് കുറച്ച് വ്യത്യാസം വന്നു. ലോഫ്റ്റഡ് ബോസ് ബേസ്. ഓക്കെ കൊടുക്കാം. ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലേറ്റ്, ഒരു നിബിൻ്റെ ഇത് കൂർപ്പിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഫില്ലേറ്റിൽ ഒരു 0.2 mm, 0.2 ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ലെഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും പണി ഉണ്ടായില്ലേ. ഇനി ബാക്ക് ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. സർക്കിൾ അല്ല, ആദ്യം നമുക്ക് പോളിഗൺ സെലക്ട് ചെയ്യാം. 6 numbers. ഓക്കെ, പോളിഗൺ ഈ എൻഡ് തൊട്ടിട്ട് ഈ എൻഡ് വരെ സെലക്ട് ചെയ്യാം. എക്സിറ്റ് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് കട്ട്. ഇത് നമുക്ക് ഈ സൈഡെല്ലാം കട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഫ്ലിപ്പ് സൈഡ് കട്ട് കൊടുക്കാം. ഓക്കെ, ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ എല്ലാ ഭാഗവും കട്ട് ചെയ്യണം. ഓക്കെ കൊടുക്കാം. ഓക്കെ, എല്ലാവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗത്തിനും കളർ കൊടുക്കണം. അതിന് അപ്പിയറൻസിൽ പോയിട്ട് ഞാനിപ്പോൾ ഒരു റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത്. റെഡ്. ഓക്കെ, റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി റബ്ബർ ക്രിയേറ്റ് ചെയ്യണമല്ലോ. റബ്ബർ ഈ ഫേസ് സെലക്ട് ചെയ്യുക. നോർമൽ ടു സ്കെച്ച്. സർക്കിൾ എടുക്കാം. സർക്കിളിൽ ഒരു നിശ്ചിത അളവിൽ മതി, കുറച്ച്. ഓക്കെ, എക്സിറ്റ് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് ബോസ് ബേസ്. എക്സ്ട്രൂഡ് ബോസ് ബേസിൽ 7 mm, 150 മാറ്റിയിട്ട് 7 ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ. ഇനി ഈ റബ്ബറിന് നമുക്ക് കളർ വേറെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാം. എഗൈൻ ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. എഗൈൻ ഒരു സർക്കിൾ. ഈ സർക്കിൾ ഈ അറ്റത്ത് മുട്ടിച്ചില്ല കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാം.
ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് കട്ടാണ് വേണ്ടത് കേട്ടോ. കട്ടിൽ 7mm തിരിച്ചിട്ട് അത് ഒരു അറ്റം വരെ കട്ട് ചെയ്യാം. ഓക്കെ, ഒരു ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്, ഉള്ളിൽ ഹോളോ ടൈപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ ഒരു ചാര കളർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ്, കാപ്പി കളർ പോലെ മെറ്റലിന്റെ കളർ. ഓക്കെ ഓക്കെ കൊടുക്കാം. ഇനി ഈ ഡൗൺ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, റബ്ബർ ക്രിയേറ്റ് ചെയ്യണമല്ലോ, അതിൻ്റെ സർക്കിളിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കൺവേർട്ട് എൻറ്റിറ്റി കൊടുക്കാം. എക്സിറ്റ്, എക്സ്ട്രൂഡ് ബോസ് ബേസ്, നമുക്ക് 17mm. ഓക്കെ ഓക്കെ കൊടുക്കാം. ഈ റബ്ബറിന് നമുക്ക് അപ്പിയറൻസ് വൈറ്റ് കളർ കൊടുക്കാം. വൈറ്റ് കളർ. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറെ ചേഞ്ച് ചെയ്യാം. അപ്പിയറൻസ്, ഈ ഫേസ് സെലക്ട് ചെയ്യാം. അപ്പിയറൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം. ഡാർക്കർ ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, ഓക്കെ ഇവിടെ റബ്ബർ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഫില്ലേറ്റ് 3mm. ഓക്കെ ഓക്കെ കൊടുക്കാം. ഫില്ലേറ്റ് നമുക്ക് കളർ ചേഞ്ച് ആയിപ്പോയി. ഓ, റബ്ബർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലെഡ് കാണിക്കണമല്ലോ. ലെഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് ലൈൻ സെലക്ട്, റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ഒരു ലൈൻ സെൻട്രലായിട്ടൊരു എത്ര നമുക്ക് ലെഡ് ആവശ്യം വേണം അത്രയും നമുക്ക് വരയ്ക്കാം. ഇതൊട്ട് ഇതുവരെ വരയ്ക്കും ഞാൻ. ഓക്കെ, എക്സിറ്റ് കൊടുത്തതിന് ശേഷം നേരെ കർവ്സിൽ പോയിട്ട് സ്പ്ലിറ്റ് ലൈൻ. ഓക്കെ, ലൈൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി. ഓക്കെ ഓക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതുവരെ കർവ് ആയിട്ടുണ്ട്. ഇനി ഈ 2 ഫേസസ് 3 ഫേസ് സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ പോയിട്ട് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അങ്ങനെ ലെഡ് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഫേസ് സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ ഒരു ഗ്രേ കളർ. ഓക്കെ, ഏകദേശം നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്ന് ഇടവിട്ടിട്ട് ഓരോ ഫേസ് സെലക്ട് ചെയ്യാം. എന്തിനാ പറഞ്ഞാൽ അവിടെ നമുക്ക് ഷെയ്ഡ് വേണം. കഴിഞ്ഞു. അവിടെ നമുക്ക് അപ്പിയറൻസിൽ ബ്ലാക്ക് കളറിന് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഏകദേശം എല്ലാം അവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു നെയിം വേണമല്ലോ. അതിന് ഞാൻ ഇപ്പം എൻ്റെ ഡിജിറ്റൽ മലയാളം തന്നെ എഴുതുന്നുണ്ട്. സ്കെച്ച്, ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കാം. ഈ എൻഡ് വരെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ഈ ലൈൻ ചൂസ് ചെയ്യാം. ഡിജിറ്റൽ മലയാളം. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫോണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോണ്ടും സാധനങ്ങളുടെ സൈസൊക്കെ ഒരു 20. ഓക്കെ ഇപ്പൊ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ കൊടുത്തിട്ട് എക്സ്ട്രൂഡ് കട്ട്, ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് കട്ട് 0.5mm. ഓക്കെ, കട്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെ ഒന്ന് നേരെ വന്ന് കാണിക്കണം. അതിന് നമുക്ക് നേരെ LED ചൂസ് ചെയ്യാം. ഏതെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ യെല്ലോ കളർ എടുക്കാം. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമുക്ക് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു പെൻസിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാം.
റബ്ബർ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ഒരു പേരും കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ മലയാളത്തിൻ്റെ പെൻസിൽ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.